മോനെ നമ്മളെ കുടുംബസംഗമത്തിനെ പറ്റി 2 വാക്ക് സംസാരിക്കും. ഇവിടെ ചെഞ്ഞൻ ഫാമിലിയിലെ കുടുംബസംഗമമാണ് ഇവിടെ നടക്കുന്നത്. പുറത്തുനിന്ന് ഒരു 10-100 ആൾക്കാരൊക്കെ 100 സംതിങ് ആൾക്കാരെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഗംഭീര പരിപാടിയാണ്. നമ്മൾ രാവിലെ ഫുഡ് കൊടുത്തിട്ട് വെൽക്കം ഡ്രിങ്ക്സ് കൊടുത്ത് പിന്നെ ഉച്ചക്കത്തെ ഫുഡൊക്കെ കൊടുത്ത് കുട്ടികളെ കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പാട്ട് അങ്ങനത്തെ കുറച്ച് ആൾക്കാരൊക്കെ പാട്ട് പാടി. ചെന്നൈ ഫാമിലിത്തെ ഒരുപാട് കലാകാരന്മാരെ കാണാൻ പറ്റി നമുക്ക് ഇതിലൂടെ. പിന്നെ നമ്മുടെ കുടുംബബന്ധം ഒന്ന് ഊട്ടിയുറപ്പിക്കുന്ന രീതിക്ക് തന്നെ നമ്മുടെ ഫാമിലി നല്ലൊരു കെട്ടുറപ്പ് പോലെ നമുക്ക് ജീവിച്ച് കാണിച്ചു തന്നൊരു കെട്ടുറപ്പാണ് നമ്മുടെ ജീവിതത്തിൽ. അടിയുറപ്പ് അല്ലെങ്കിൽ എന്താ പറയുക, ഒരു അടിത്തറ പോലെ നമുക്ക് ജീവിച്ച് കാണിച്ചിട്ടുണ്ട്. അതിന് പുറമെ ഇപ്പോഴത്തെ പുതുതലമുറയിലെ കുട്ടികളെയും പിന്നെ പുതുതലമുറയിലേക്ക് വന്ന മരുമക്കളുണ്ടാവും, പേരക്കുട്ടികളൊക്കെ ഉണ്ട്. അവരൊക്കെ ഒരുമിച്ച് കൂട്ടി ഒരു സംഗമം നടത്തി ആ ഒരു എന്താ പറയുക ഒരു അടിത്തറ പാകി തന്നതിന് പുറമെ നമ്മുടെ കുടുംബ ബന്ധത്തിനൊരു കെട്ടുറപ്പ് കൂടി ആക്കി തന്നിട്ടാണ് അവർ നമ്മളെ എല്ലാ കുടുംബം ഏൽപ്പിക്കുകയാണ്. എല്ലാവരും കൂടി സന്തോഷം, ഒരുപാട് സന്തോഷത്തിൽ ദൂരത്ത് വന്ന ആൾക്കാരുണ്ട്. ഒരുപാട് കിലോമീറ്റർ താങ്ങിയിട്ടാണ് ആൾക്കാരോട്. വല്യപ്പമാരൊക്കെ മരിച്ചാലും നമ്മളെ കുടുംബം അറ്റുപോയിട്ടില്ല അല്ലേ? ഇല്ല, ഇപ്പോഴും ആ ഒരു ബന്ധം ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും കുറച്ച്. ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ആൾക്കാരിൽ ഒരു 30-40 കൊല്ലത്തിന് മുമ്പുള്ള ബന്ധത്തിന്റെ ആൾക്കാരാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അത്ര വിദൂര ബന്ധമുള്ള ആൾക്കാർ വരെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഒരുമിച്ച് കൂടി ഇപ്പോൾ പരിപാടി ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അതിലാണ് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിൽ ഏറ്റവും പ്രായം കൂടുതലുള്ള ആള് ഇപ്പം മോയാപ്പ, അദ്ദേഹമാണ് ഇപ്പോൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രായം. പിന്നെ അബുവാപ്പ ഉണ്ട്. അബുവാപ്പക്ക് ചെറിയ സൂക്കറായിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കാലിന് സുഖമില്ല. അവിടെ പരിപാടി പങ്കെടുത്തിട്ടില്ല തോന്നണേ. അദ്ദേഹം ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. ചിലപ്പോൾ ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ ഒന്നും കൂടി സന്ദർശിക്കാനുള്ള ഒരിതുണ്ട്. പിന്നെ രാവിലെ ഞങ്ങളെ കുടുംബം ചെന്നൈ ഫാമിലിയിൽ നിന്ന് മരിച്ചു പോയ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു സിയാറത്തും കാര്യങ്ങളും അതാണ് പരിപാടിയുടെ തുടക്കം ഉണ്ടായിരുന്നത്. പിന്നെ ഇക്ബാൽ സഖാഫി, ഞങ്ങൾ ചെന്നൈ ഫാമിലിയിലുള്ള സഖാഫിയാണ് ഇക്ബാൽ സഖാഫി. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയോട് കൂടെയാണ് പരിപാടികളൊക്കെ ഔപചാരികമായിട്ട് ഇവിടെ തുടങ്ങുന്നത്.